യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് RPK 518 കുണ്ടറ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഉടനെ പുറപ്പെടും. തിരുവനന്തപുരം ഉഴവൂർ ബസ് പോയി. സ്റ്റാൻഡിലില്ല ബസ് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറെ ബസ് വിളിച്ചു പറയുന്നുണ്ടല്ലോ. അല്ല, അത് ഈ സമയത്ത് വരുന്ന ബസ്സാണ് ഞാൻ വിളിച്ചു. ആ ബസ്സില്ല. സ്ഥലത്തിൽ ബസ് പോകുന്നുണ്ടല്ലോ. അങ്ങനെണ്ടാ? അതില്ലേ? അതെയാ? അതില്ല. അതില്ല. ഇപ്പം ഞാൻ വന്ന് ഇരുന്ന പിന്നെ ഇല്ല. നമ്മ അവരെ ശ്രദ്ധക്ക് എന്ന് പറയുന്നല്ലാണ്ട് ഒരു ശ്രദ്ധയില്ല. മുഴുവൻ വാട്സാപ്പിലാണ് നോക്കുന്നത്. ഇന്നലെ എന്റെ ബസ്സിൽ ഒരു കള്ളം കയറിയിട്ട് ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചിട്ട് പോയി. ഓൾ അറിയേയില്ല. ഓള് അവസാനം നമ്മളെ ബസ് 3 ആളുകൾ പിടിച്ച് ബസ് പിടിച്ച് ഈ ബസ് പോയിനിന്ന് മാല പോയിനിന്ന്. നമ്മ കളനാവൂലേ? ഇനിയിപ്പൊ മാലയുടെ പൈസ കൊടുക്കാതെ നമുക്ക് ശമ്പളം ഉണ്ടാ. അവസാനം ആളെ പിടിച്ചു. അല്ല, ഞാൻ നിന്നെ വിളിക്കാനൊക്കെ. എന്ത്? എനിക്കൊരു 500 രൂപ കടന്നു. തരാ. 500 രൂപ? അതില്ല, അതിൽ പൈസ ഇല്ലേ? കളക്ഷൻ പൈസ ഇല്ലേ? 500 രൂപ ഞാൻ അങ്ങനെ അടക്കല്? ഗവൺമെന്റ് അടക്കേണ്ട പൈസ അല്ലേ ഇത്? ഇവിടെ സർക്കാർ നമുക്ക് ശമ്പളം തരുന്നില്ല. പിന്നെ ഗവൺമെന്റ് ഒന്നും അടക്കണ്ട. ഇപ്പം നാട്ടുകാർക്ക് വീട്ടുകാർക്ക് മുമ്പിൽ എനിക്കൊരു പണിയുണ്ട് പറയാൻ വേണ്ടിട്ട്. ശമ്പളം ഇല്ലെങ്കിൽ ഗവൺമെന്റ് പണിയുണ്ട്. അതും കൂടെ കളയാനാ നിങ്ങൾ പണി? ഞാൻ ശമ്പളം കിട്ടിയപാടി തരാം. നീ എങ്ങനെ തിരിച്ചാവട്ടെ? ഒന്നും വേണ്ടാവട്ടെ, നടക്കൂലാവട്ടെ. കൊടുത്താൽ ശരിയാവൂല. ഈ പൈസന്റെ കാര്യം മൈക്ക് ഓഫ് ആക്കിട്ട് പറഞ്ഞു. അത് മറന്നു. എന്തു മറന്നു എന്ന് വെറുതെ ആൾക്കാരും കൂടി പറയിപ്പിക്കണം നിങ്ങൾ. ചേട്ടാ, ഞാനത് അറിയില്ല. ചേട്ടാ, കൊട്ടാരക്കരയ്ക്ക് ബസ്. അതല്ല ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്ത്. എപ്പോഴാട്ടാ അത്? അത് ഞാനിപ്പോ പറഞ്ഞില്ലേ ടൈം. എത്രയാ പറഞ്ഞേ സമയം? ഞാൻ കേട്ടില്ല ഏട്ടാ, അതുകൊണ്ട് ചോദിച്ചേ. എന്ത് നിങ്ങൾ കടന്നുറങ്ങിയതിന്? അല്ല, എവിടെയാട്ടാ പാർക്ക് ചെയ്തേക്കണെന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് നടുഭാഗത്ത്. നടുവാവ് എവിടെ ഏട്ടാ? നടുവാക്കം എവിടെയായിരിക്കുന്നത്? ബസ് സ്റ്റാൻഡിൽ പോയി നോക്ക്. ചൂടാവണ എന്തിനാട്ടാ? പിന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബസ്സിന്റെ ഉള്ളിൽ കയറ്റി മുട്ടായും തരണ? എന്ത് ഏട്ടാ ഒന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞാ മനസ്സിലാവണ്ടേ? രാഘവേട്ടാ, നിങ്ങൾ എന്തിങ്ങനെ ചൂടാന്ന്? ഓനോട് പറഞ്ഞാ ഓന് മനസ്സിലാവട്ടെ. എങ്ങനെ ചൂടാണോ ചേട്ടാ? കുളത്തൂപ്പുഴയ്ക്ക് എപ്പോഴാ ബസ്? കുളത്തൂപ്പുഴയ്ക്ക് എപ്പോഴാ ബസ്? കുളത്തൂപ്പുഴയാ? അതെവിടെയാണ്? കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലം ചേട്ടാ. ഒരു അരമണിക്കൂർ കഴിഞ്ഞാലുണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് ഇവിടെ നിൽക്കുക. ഇപ്പം വരും. അരമണിക്കൂർ കഴിഞ്ഞാൽ വരും. 1 മണിക്കൂർ കൊണ്ട് നിൽക്കുക ചേട്ടാ. 4 മണിയാകുമ്പോൾ എത്തും. അത് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു ബസ്സുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു ബസ്സുണ്ട്. അങ്ങനെ 3 ബസ്സുണ്ട്. ഈ 3 ബസ്സും കൂടെ ഒന്നിച്ച് ഓടിച്ചിട്ട് എന്താ ട്രാലി നടത്തുവാണോ? നിനക്കൊരു ബസ്സിൽ ഒരു സീറ്റേല് വേണ്ടു. അതിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി പോയിക്കോ. സമയത്ത് അത് വന്നെങ്കിലല്ലേ അത് കയറി പോകാൻ പറ്റൂ. സമയം എത്ര പറയുന്നു കൃത്യമായി എനിക്ക് വീട് പറയാനല്ല. ബസ് ഓടിച്ചു വരുന്നല്ലേ. എന്റെ ചേട്ടാ, സന്ധ്യ ആകുന്നതിന് മുമ്പ് കൊച്ചനെ കൂടി എനിക്ക് വീട്ടിലെത്തണം. അതിനിപ്പോ ഞാൻ എന്തുകൊണ്ട്? ചുമ്മാ അല്ല KSRTC നഷ്ടത്തിൽ ഓടുന്നത്. അത് നീ നമ്മളൊരു ശമ്പളം കൂടെ കിട്ടാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഓരോ കുസൃതി ചോദ്യം ചോദിച്ചിട്ട് എന്നോടൊക്കെ ചോദിക്കാതിരിക്കുന്നു. ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കണ്ടേ? പിന്നെ ഓരോ ചോദ്യം. നഷ്ടം എനിക്ക് മറുപടി പറയാൻ കൊടുക്കാം. എങ്ങനെ നഷ്ടം വരും? നിങ്ങളിപ്പോ നിങ്ങൾക്ക് ശമ്പളം കിട്ടാതിന്റെ വെറുപ്പ് നാട്ടുകാരോട് തീർത്തിട്ട് എന്ത് കാര്യ? സത്യേട്ടാ, 3ാമത്തെ ആണേ. ഓവറാക്കണ്ട. നിങ്ങൾക്ക് 2 ഓട്ടത്തിന് പോവാനുള്ള. എടാ, ഇത് ആദ്യമൊന്നും അല്ലല്ലോ. ഇത് എന്ന് തുടങ്ങിയതാ ഈ പരിപാടി? പിന്നെന്താണ്? സ്റ്റെയറിംഗ് പിടിക്കേണ്ട കയ്യല്ലേ? അതിനെന്താണ്? ഒരു 2 എണ്ണം കഴിച്ചിട്ട് ആ ഡ്രൈവിംഗ് സീറ്റ് പോയിരുന്നിട്ട് ആ സ്റ്റെയറിംഗിന്റെ മുകളിൽ ഇങ്ങനെ തൊട്ടാ മതി. പിന്നെ വണ്ടി അങ്ങനെ പൊക്കോളൂ. വണ്ടിക്ക് പരിചയമുള്ള റൂട്ടാണല്ലോ. തൃശൂർ സൂപ്പർ ഫാസ്റ്റ് ATC 152 നമ്പർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഉടനെ പുറപ്പെടും. ഇല്ല, പെട്ടെന്ന് തീർത്താൽ മതി. ആ സൂപ്രണ്ട് വന്ന ഇടങ്ങറാണേ. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മതി കഴിഞ്ഞു. നടക്കേക്കാം. ആയിക്കോട്ടെ. സത്യേട്ട ഓന് കൊടുത്ത ഓനെ അലമ്പാവും. ഞാൻ വെച്ചോളാം. കണ്ടോ തുടങ്ങി.
എന്തേ സങ്കടാവുന്നു. എടാ സങ്കടം മാറ്റാനല്ലേ കള്ളു കുടിക്കണത്. ഇനി പിന്നെ സങ്കടപ്പെടണ ഈ എന്റെ അച്ഛൻ ഓർത്തിട്ട്. എന്തിനാ പയ്യനെ അച്ഛൻ ഓർക്കണ? എന്റെ ജീവിതം നശിപ്പിച്ച എന്റെ അച്ഛനാണ്. എടാ അച്ഛൻ മരിച്ചോണ്ടല്ലോ എനിക്ക് ജോലി കിട്ടിയേ. എന്തിനീ ജോലി? ശമ്പളം ഇല്ല, കിമ്പളും ഇല്ല. KSRTC ഞാൻ 5000 രൂപ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ടോ? ഈ ശമ്പളം ഇല്ലാത്തേക്ക് എന്തിനാ KSRTC അങ്ങോട്ട് 5000 കൊടുക്കണേ? അതെ, കഴിഞ്ഞ ആഴ്ച എന്റെ വണ്ടി എന്റെ അമ്മായിച്ച കേറിയിനി. ടിക്കറ്റ് വേണ്ട പറഞ്ഞ് അമ്മായിച്ചനോട്. ഒരു സന്തോഷമായല്ലോ, നമുക്കൊരു സന്തോഷല്ലേ. നമ്മളമ്മായിച്ചനല്ലേ, അതെ അതെ, അത് സാധാരണയല്ലേ അമ്മ ചെയ്യല്ലേ. അടുത്ത സ്റ്റോപ്പിൽ ചക്കർ കയറി ബാലകൃഷ്ണ മാഷ് എന്ന് ഓരോ പേര്. പുതിയ ആള് പോരാ, കൊടുക്കണേ ഇനി തലക്ക് 5000 രൂപ ഫൈൻ. എന്റെ അമ്മായിപ്പനെ സൂചിപ്പിക്കാൻ നോക്കിയതാ. വേണ്ടാത്ത പണിക്ക് പോയിട്ടില്ലേ? അതെ. എടാ ഉണ്ണിയെ, ഓ, അനക്ക് ഈ KSRTC എടുത്തെങ്കിലേ അനക്ക് ആ ബീവറേജിൽ ഒരു അപേക്ഷ കൊടുത്തൂടെ? ബീവറേജൊക്കെ ഞാൻ എന്ന് പോകുന്നുണ്ടല്ലോ, ഒരു സാധനം കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കണം. അതല്ലടാ, പിന്നെ നമ്മളെ KSRTC ആളെ ഡെപ്യൂട്ടേഷനിൽ എടുക്കണ്ട അവിടെ, അതിന് കൊടുത്തൂടെ, അപേക്ഷിച്ചൂടെ? മൊയ്ത് കൊടുത്തില്ല. ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് മദ്യം അറാമല്ലേ? മദ്യല്ല ആറാമുള്ളൂ, ശമ്പളത്തിന് ആറാമില്ലല്ലോ. കൊടുത്തിട്ടില്ല? ഞാൻ കൊടുത്തിട്ടാ. അപ്പൊ കൊടുക്കാം. കൊടുക്കട്ടോ? കൊടുക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പത്തനംതിട്ടക്ക് പോകുന്ന RPK 618 നമ്പർ ബസ് ഇനി മതി, നിങ്ങൾ പോകാൻ നോക്കി. അനൗൺസ്മെന്റ് വന്നിട്ട് ഉടൻ പുറപ്പെടും. ഞാൻ പോവില്ല. ഇനി കഴിക്കാൻ വയ്ക്കില്ല. കുഴപ്പമില്ലടാ. എന്ത് കുഴപ്പമില്ല നിങ്ങൾ പറയണത്? പോലീസ് ചെക്കിംഗ് ഒന്നുമില്ലോ, പിന്നെന്താ? പോലീസ് അതാണല്ലോ നിങ്ങളുടെ ധൈര്യം അല്ലേ? അല്ല പിന്നെ അതൊക്കെ പ്രൈവറ്റ് ബസ്സുകാർക്കുള്ളതാണല്ലോ. ഇനി മതി, ഞാൻ സമ്മതിക്കൂല. ഇതെന്റെ മോനാ, എന്റെ മോനാ. മോനെ കൊണ്ട് പോ. ഞാൻ പോവില്ല. ആൾക്ക് ഇവിടെ നോട്ടെ. മോനെ രണ്ടാമത് ചെല്ല്. ഒക്കെ ഞാൻ ശരിയായിക്കോളാം. നടക്കും. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. എന്റെ മോനെ അതിനെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങള്. കൂടുതൽ കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞ 3-ന്റെ മേലെ നോനും കൊടുക്കാൻ പാടില്ല. നിങ്ങളെ വണ്ടിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ചെല്ലി ഡ്രൈവറും കണ്ടക്ടറാണ് നിൽക്കുന്നത്. എപ്പോഴാ? എനിക്ക് 3 മണിക്കാ. ചെല്ലി ഓനെ പിടിച്ചോണ്ടേ. കുഴപ്പമില്ലല്ലോ, എന്റെ പിന്നാലെ വന്നു. ചെല്ല്. ഞാൻ പോട്ടല്ലോ. ആ കൂടെ ചെല്ലേ, കൈ പിടിച്ചോളി. അടുത്തോനെ ആ വണ്ടിയുടെ പത്തനംതിട്ട എത്തിക്കണേ. അല്ല, എങ്ങനെ കഴിക്കാണ്ടൊക്കെ വരും? അത്രയും ദുരിതല്ലേ KSRTC അനുഭവിക്കണേ. നമ്മക്കൊക്കെ തറാമായതുകൊണ്ട്, അല്ലെങ്കിലൊക്കെ ഞാൻ എന്നോ കുടിച്ചിട്ട് ഞാനും പതിവില് ഇപ്പത്തെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കേണ്ട എന്റെ പണിയാ. എന്തോറ്റി സാറേ, അക്കമട്ടി കളിക്കുക? അക്കമട്ടി കളിക്കുക? കമ്മിറ്റി കളിക്കാൻ പറ്റിയ സമയമാണല്ലോ ഇപ്പൊ. ഞാൻ നമ്മുടെ KSRTC എങ്ങനെ ലാഭകരമാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഐഡിയ തോന്നിയത് ഞാൻ തന്നെയായിട്ടൊന്ന് പങ്കുവയ്ക്കാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ നമ്മൾ ഇത്രയും വലിയൊരു ബസ് സർവീസ് നടത്തുമ്പോൾ അതിന്റെ മെയിൻ്റനൻസ്, അതേപോലെ അതിന് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്ന ഡീസൽ, ഇതിന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോൾ വമ്പൻ നഷ്ടമാണ്. അപ്പൊ ആ ടൈമിലൊക്കെ ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് ഓടാനായിട്ട് ചെറിയ സർവീസുകൾ, ചെറിയ വണ്ടികൾ, മിനി ബസ്സോ? മിനി ബസ്സോ അല്ലെങ്കിൽ ജീപ്പ് തന്നെ ആയാലും എന്താ, ആൾക്കാർക്ക് കയറി പോവാൻ ആ സമയത്ത് ഒരു സൗകര്യം ഉണ്ടായാ പോരെ. KSRTCയുടെ ജീപ്പ് എന്താ കുഴപ്പം? ആ ജീപ്പ്, ഓട്ടോറിക്ഷ, സ്കൂട്ടറോ എന്താണ് അത്? ഇതെന്താണ് കുടുങ്ങിയ? എന്താ വ്യാജി ഇത്? ആടിനെ തൊളിച്ചോണ്ട് വരുന്ന മാതിരി എന്താണ്? അതെ, ഇവിടെ മറ്റേ ബീവറേജിലേക്ക് ഡെപ്യൂട്ടേഷന് പോകാനുള്ളേ. നിങ്ങളെല്ലാവരും? ഇപ്പൊ ആദ്യം ഞാൻ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറ്റേ അതൊക്കെ മേടിക്കാം. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഡെപ്യൂട്ടേഷൻ ലെറ്റർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ KSRTCയുടെ സർവീസ് നടക്കണ്ടേ? സാറ് ഇത് ജീവിക്കാൻ പറ്റണ്ടേ? 3-4 മാസം എത്തുമ്പോ ശമ്പളം കിട്ടിയ വീട്ടുകാര് പട്ടിണിയാണ്, കാര്യങ്ങൾ നടക്കണ്ടേ? സംഭവമൊക്കെ നമുക്ക് മനസ്സിലാവേണ്ട ഒരാളൊക്കെ അല്ലേ അതൊക്കെ ചെയ്യാ, അല്ലാതെ എല്ലാവരും വരിയായിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ ജീവിക്കണ്ടേ സാറേ? ഇപ്പൊ തൽക്കാലം എന്റെ മാത്രം അതെ, ആവശ്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ വണ്ടികൾ എങ്ങനെ ഓടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം നിങ്ങൾ പറയും. സാറേ, വണ്ടികൾ ഇവിടെ കിടന്ന് ഓടിയാൽ മാത്രം പോരല്ല, വീട്ടിലെ കാര്യങ്ങൾ ഓടണ്ടേ? ചേട്ടാ, ഹലോ ചേട്ടാ,
എന്തെന്ന് ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. അതെ രാഘവേട്ടാ, ഈ KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് അന്നം തരുന്നതാണ്. അതിനെ പെറ്റമ്മയെ പോലെ കാണണം നമ്മള്. ഒരു മാസം ശമ്പളം ഉറ്റിച്ചുറ്റിച്ച് തരുന്നതിനാ പെറ്റമ്മേനെ കാണണ്ടേ? പെറ്റമ്മയും പോറ്റമ്മയൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഒരു അമ്മായിയമ്മയാണ്, മരുമക്കളോട് പോര് കാണിക്കണം അമ്മായിയമ്മ. സംഗതി വിഷമങ്ങളൊക്കെ മനസ്സിലായി. ഞാനിപ്പോ ഇത് എങ്ങനെയെങ്കിലും ലാഭകരമാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കും പോകേണ്ട പറ്റില്ല. എല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ KSRTC എത്തും. നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും. ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്ന് പിരിഞ്ഞു പോ. അതെ, അപേക്ഷ ഒന്ന് സ്വീകരിക്കും. അല്ല, അതെ, ഞാനിതൊന്ന് ലാഭകരമാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് നോക്കട്ടെ. ഐഡിയ ഉണ്ട്. എന്താ? ഇപ്പൊ ഇല്ല KSRTC ബസ്സെല്ലാം തല്ലിപ്പോൾ ചാക്രിക്കടക്കാരൻ ഇരുമ്പ് വിലക്ക് അങ്ങോട്ട് തൂക്കി വിറ്റേ ലാഭാന്ന്. എന്നിട്ട് നമ്മ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മാറ്റിയിട്ട് ഏതെങ്കിലും തസ്തികയിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് ശമ്പളം മര്യാദ കിട്ടും. സർക്കാരിന് കുഴപ്പമില്ലാതെ വിറ്റലാവശ്യം കിട്ടുമല്ലോ പൈസ. അതാ നടക്കൂല സാറേ, അതത്രേ നടക്കൂ. ക്ഷമ ഇട്ടിട്ട് പറയണേണ് സാറേ ഇതൊക്കെ. കൊണ്ടാ ആ എല്ലാവരും അല്ലേ? ഇത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ല, എല്ലാവരും തന്നോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാവരും പൊക്കോ, എല്ലാവരും രക്ഷപ്പെട്ടെ. ഞാനിത് വിജയിപ്പിക്കും, ഞാനിത് ഉയർച്ചയിൽ എത്തിക്കും. ആ സമയത്ത് ഇത് വിജയത്തിലെത്തുമ്പോ സാറേ KSRTC വിജയത്തിലായെന്ന് അറിഞ്ഞു KSRTC, ഞങ്ങളും വരട്ടെ എന്ന് വെച്ചാൽ ആ സമയത്ത് എന്റെ തീരുമാനത്തിൽ നിങ്ങൾക്കൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് എന്റത് വേണോ വേണ്ടേ? തുറന്നു പറയുണ്ണി, വേണോ വേണ്ടേ? വേണം. എന്ത് വേണമെന്ന്? ശമ്പളം വേണം. അതിനുള്ള വഴി ഉണ്ടാ നോക്കട്ടെ, എന്നിട്ട് ഞാൻ അത് കൊടുക്കാം. അത് പോരെ? എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കും. സാർ ഇവരെല്ലാരും കൂടി കൂട്ടത്തോടെ തുടങ്ങി നമ്മളെന്ത് ചെയ്യാ? പോണോരൊക്കെ പോട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഇതൊന്ന് വിജയകരാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോഹനാ, ആരൊക്കെ ഇവിടുന്ന് പോയാലും ഇതൊന്ന് വിജയിക്കുന്നവരെ താൻ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. സാറ് ഈ ബിൽഡിംഗ് കണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോണാലും ഞാൻ സാറിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കും. അത് മതി എനിക്ക്. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.